Good evening. തെർമോഡൈനാമിക്സിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കി നിർത്തിയത് ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മളവിടെ CPയും അതുപോലെ തന്നെ CV നമ്മൾ എന്ത് ചെയ്തു അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കേണ്ടത് ദാറ്റ് ഈസ് ദ ഐസോതെർമൽ പ്രോസസ്, ദെൻ ഐസോകോറിക് പ്രോസസ്, അതുപോലെ തന്നെ ഐസോബാറിക് പ്രോസസ്, ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ വൺ ബൈ വൺ ആയി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, isothermal process. ഈ ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോതെർമൽ, തെർമൽ മീൻസ് എന്താണ്? ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ആണ് നമ്മൾ തെർമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? T ആണ്, നമുക്ക് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കി പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഒരു മെറ്റീരിയൽ ഒരു മീഡിയത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ യൂസ് ചെയ്യും, പ്രഷർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഓളിയം. ഓക്കെ, ഇത്രയും ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഈ പ്രഷറും ഓളിയം ഒക്കെ എന്ത് ചെയ്യും? അതൊക്കെ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്രഷറും ഓളിയം ഒക്കെ ചേഞ്ച് ചെയ്യും, പക്ഷെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇറ്റ് വിൽ റിമെയിൻസ് ദ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മീഡിയത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അതിനെ നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പ്രോസസ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ റിമെയിൻസ് ദ കോൺസ്റ്റന്റ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ത് പറയുന്നത്? നമ്മളവിടെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് അവിടെ ഉള്ള ഒരു സിസ്റ്റത്തിൽ ശരിക്കും എന്ത് ചെയ്തില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് കാണത്തില്ല. Okay, there is a exchange of heat between system and the surrounding. Okay, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷറിന് ഓളിയത്തിന് എന്താണ് ഇവിടെ നമുക്ക് വേരിയേഷൻ ആണ്. അപ്പോൾ ഇതൊരു തിരി ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അവിടെ ശരിക്കും കോൺസ്റ്റന്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ് ശരിക്കും സ്പീഡ് അപ്പ് ആവത്തുള്ളൂ. അല്ലാതെ ഒരു പ്രഷർ ഓളിയത്തിന് മാത്രം ചേഞ്ച് ഉണ്ടാകുന്ന പ്രോസസ് എല്ലാം എന്താണ്? സ്ലോ പ്രോസസ് ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം എന്താണ്? ഒരു സിലിണ്ടർ ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഒരു സിസ്റ്റം നമുക്കൊരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. സിലിണ്ടറിനകത്ത് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കണ്ടക്ടിങ് വാൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ ശരിക്കും സിസ്റ്റം എക്സ്പാൻഡ്സ് വെൻ ദ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഹീറ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ കംപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യാണ്? റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടോട്ടലി ഒരു ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഈ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഈ ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ നമുക്ക് ഇന്റേണൽ എനർജി നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? DU എന്നല്ലേ? DU ആണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇന്റേണൽ എനർജി അവിടെ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉണ്ട്, ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് അനുസരിച്ച് DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് DW ആണ്. ഓക്കെ, DU പ്ലസ് DW. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തെന്ന് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു DQ ഈസ് ഈക്വൽ ടു DW എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ ഐസോതെർമൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യണം? ഈ DQ എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് അബ്സോർപ്ഷൻ ആണ്. എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യണം വിച്ച് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ, അത്രയും എന്ത് ചെയ്യും? അവിടെ വർക്ക് ഡൺ നടക്കും. എന്തൊരു സിസ്റ്റത്താണ്? വെൻ ഇറ്റ് ഈസ് എ ഐസോതെർമൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗ്രാഫ്, പ്രഷർ ഓളിയം ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് വരച്ചു തരാം. ദാറ്റ് ഈസ് y ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ ഓളിയം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ ഓളിയം ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിൽ അവിടെ നമുക്ക് പ്രഷർ ടേം വരും, ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് ഓളിയം ടേം വരും. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കർവ്ഡ് ഗ്രാഫ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു കർവിനെ, ഇപ്പോൾ നമുക്ക് ഇതിനെ കർവിനെ AB എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു AB പറയുന്ന പേരാണ് എന്ത്? ഐസോതെർമൽ എന്ന് പറയും. ഓക്കെ, ദ ഹൈപ്പർബോളിക് കർവ് AB ഈസ് കോൾഡ് ഐസോതെർം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിനകത്ത്
ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫസ്റ്റ് കേസ് നമുക്ക് അവിടെ നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സമയം എത്രത്തോളം ഹീറ്റ് അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അത്രത്തോളം വർക്ക് ഡൺ എന്ത് ചെയ്യുന്നു അവിടെ നടക്കുന്നു. ഓക്കെ, ആൻഡ് അതിനൊരു പ്രഷർ വോളിയം ഗ്രാഫ് നമ്മൾ വരച്ചിട്ട് എ ബി എന്ന് മാർക്ക് ചെയ്ത് ആ കിട്ടുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഐസോതെർം. ഓക്കെ, അവിടെ നമുക്ക് ഹൈപ്പർബോളിക് കർവ് ആണ് കിട്ടുന്നത്. ആ ഒരു കർവിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഐസോതെർം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ കൊണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോൾ ഒരു 1 mol ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചു പി വി സി ഈക്വൽ ടു എൻ ആർ ടി. അത് നമുക്ക് എന്ത് ചെയ്യാം, എൻ മാറ്റിയിട്ട് 1 mol ഓഫ് ഗ്യാസ് എൻ മാറ്റി ആർ ടി എന്ന് എടുക്കാം. പി വി സി ഈക്വൽ ടു ആർ ടി കിട്ടും. ആർ അവിടുത്തെ എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ടേം. ഇപ്പൊ നമ്മളൊരു ഐസോതെർമൽ പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ അവിടെ ടിയും എന്തായിരിക്കും? ടി വിൽ ബി ഓൾസോ എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പി വി എന്തെന്ന് കിട്ടും? പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ അവിടെ ശരിക്കും ഒരു പ്രഷർ ഓളിയോ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഓളിയോ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് ആവുക മീൻസ് ഇപ്പോൾ പ്രഷർ കുറയുന്ന സമയത്ത് അവിടെ ഓളിയം ഇൻക്രീസ് ചെയ്യും. ഓളിയം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് എന്ന് കിട്ടുന്നത്. പ്രഷറിന്റെ ഓളിയം കോൺസ്റ്റന്റ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഐസോ ബാറിക് ആണ്. അപ്പോൾ ഐസോ ബാറിക് എന്ന് പറയുമ്പോൾ ഈ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണ പ്രഷറിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ആണ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോ ബാറിക് പ്രോസസ്സിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ഒരു ഐസോ ബാറിക് പ്രോസസ്സിൽ ശരിക്കും അവിടെ there is a constant pressure. Okay, pressure അവിടെ എന്തായിരിക്കും? Pressure will be constant. Okay, ഒരു ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ അവിടെ പ്രഷർ നമുക്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ആൻഡ് നമുക്ക് നോക്കാം, in an isobaric process it is a physical change in which the pressure remains constant. The system is taken in an expanding chamber, so the volume and temperature change without any change in pressure. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എക്സ്പാൻഡിങ് ചേമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം എക്സ്പാൻഡിങ് ചേമ്പറിൽ എടുക്കുന്ന സമയത്ത് ഈ എക്സ്പാൻഡിങ് ചേമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. പ്രഷർ എന്തായിരിക്കും? പ്രഷർ അവിടെ ആ ഒരു സമയത്ത് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു എക്സ്പാൻഷൻ ചേമ്പറിൽ പ്രഷറിൽ എന്ത് ചെയ്യത്തില്ല? വേരിയേഷൻ വരത്തില്ല. പ്രഷർ എന്ത് ചെയ്യും? നമ്മൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യുക മീൻസ് അവിടെ ബാക്കി രണ്ട് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മാറുന്നുണ്ട്. ഒന്ന് വോളിയം മാറുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ അവിടെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് എല്ലാം പ്ലോട്ട് ചെയ്യുന്ന പ്രഷർ വോളിയം ഗ്രാഫ് ആണ് എപ്പോഴും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ വെച്ചല്ല, പ്രഷറും വോളിയം വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസ് y ആക്സിസിൽ പ്രഷറും x ആക്സിസിൽ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? x ആക്സിസിൽ ഞാൻ അവിടെ ടേക്കിംഗ് ദ വോളിയം. y ആക്സിസിൽ പ്രഷറും x ആക്സിസിൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രഷറിലെ കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് മീൻസ് എന്ത് ചെയ്യുക? ഒരു സ്ട്രൈറ്റ് ലൈൻ മാർക്ക് ചെയ്താൽ മതി. കണ്ടോ, പ്രഷർ എല്ലാം കോൺസ്റ്റന്റ് ആണ്. വോളിയം മാത്രമേ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഐസോബാറിക് പ്രോസസ്സിൽ ശരിക്കും അവിടെ എന്ത് ചെയ്യാണ്? ഹീറ്റ് ഇൻക്രീസ് അബ്സോർബ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻക്രീസിങ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഫോർ ഡൂയിങ് ദ എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ ഈ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം എന്നാൽ ഹീറ്റ് എങ്ങനെ അബ്സോർബ് ചെയ്യും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പോൾ ഹീറ്റും ടെമ്പറേച്ചർ ശരിക്കും രണ്ട് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹീറ്റും ടെമ്പറേച്ചർ നമുക്കവിടെ രണ്ട് കൺസെപ്റ്റ് ആണ്. ഹീറ്റ് മീൻസ് എന്ത് ചെയ്യുക? ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എനർജി നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നേരത്തെ കേസാണ് ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു എന്നാണ് നമ്മൾ ടെമ്പറേച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ഫ്ലോ അവിടെ കോൺസ്റ്റന്റ് ആവുക മീൻസ് കണ്ടിന്യൂസ് ഹീറ്റ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? അവിടെ കോൺസ്റ്റന്റ് റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ആണ് അവിടുത്തെ എനർജി, അല്ലെങ്കിൽ ഹീറ്റ് ആണ് എന്ത് പറയുന്നത്? ഹീറ്റ് ആണ് അവിടുത്തെ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് അവിടുത്തെ കോസും ടെമ്പറേച്ചർ അവിടുത്തെ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ അതാണ് ഹീറ്റുമായിട്ട് റിലേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക്
ആ ഒരു കേസ് നമുക്ക് ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നമ്മളിപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രഷറിനെ കോൺസ്റ്റന്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇന്റേണൽ എനർജി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്ന ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യണം. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ടോട്ടലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ടോട്ടൽ എനർജി, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുകയും ബാക്കി എന്ത് ചെയ്യുന്നു, ഓൾസോ ഫോർ ഡൂയിങ് ദ എക്സ്റ്റേണൽ വർക്ക്. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുക, ദെൻ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുക. അപ്പൊ അതാണ് എന്ത് ചെയ്യുക, ഐസോബാറിക് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഡി ക്യു ഇസ് ഈക്വൽ ടു എന്താണ്, ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ്. ഓക്കെ, ഡി യു പ്ലസ് ഡി ഡബ്ല്യു. അപ്പോൾ നമ്മളുടെ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി ക്യുവിന്റെ വാല്യൂ എന്തായിരിക്കും, ഡി ക്യു ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സി പി ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞല്ലോ, പ്രഷർ കോൺസ്റ്റന്റ് ആവുക മീൻസ് അവിടെ ഡി ക്യുവിന്റെ വാല്യൂ എന്തായിരിക്കും, ഡി ക്യുവിന്റെ വാല്യൂ സി പി ഇൻറ്റു ഡി ടി എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, സി പി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ആൻഡ് ദെൻ ഇവിടെ ഇതിൽ നിന്നും നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ യൂണിറ്റ് മാസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഡി ക്യു ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സി പി ഇൻറ്റു ഡി ടി എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഡി യുവിന് ഒരു വാല്യൂ ഉണ്ട്. ഡി യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി യു ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സി വി ഇൻറ്റു ഡി ടി. ഇത് സി പി ഇൻറ്റു ഡി ടി, ഡി ക്യുവിന്റെ വാല്യൂ. അതുപോലെ തന്നെ ഡി യുവിന്റെ വാല്യൂ എന്താണ്, അത് 1 ഇൻറ്റു സി വി ഇൻറ്റു ഡി ടി. ദാറ്റ് ഈസ് ദ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയം, ഇത് കോൺസ്റ്റന്റ് പ്രഷർ. ആൻഡ് ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ഡബ്ല്യു വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി വി. ഓക്കെ, പി ഇൻറ്റു ടി വി. ഈ മൂന്ന് വാല്യൂസ് ഓർത്തിരിക്കുക. ഡി ക്യു ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി, ഡി യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി, ആൻഡ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി എന്ന് കിട്ടും. ആൻഡ് നമുക്കിവിടെ ഒരു ഇക്വേഷൻ അറിയാം, ദാറ്റ് ഈസ് പി ഇൻറ്റു ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. അപ്പൊ ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ഒരു വാല്യൂസ് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമുക്ക് റിലേഷൻ ആണ്, അതായത് നമുക്ക് ഇന്റേണൽ എനർജിയും ഡി ക്യു എന്ന് പറയുന്നത് എന്താണ്, ഡി ക്യു എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ ദാറ്റ് ഈസ് ദ ഡി ക്യു ഇസ് ദ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഡി ക്യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സി പി ആണ്. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം. ഡി യു എന്ന് പറയുന്നത് അവിടുത്തെ ഇന്റേണൽ എനർജി ആണ്. അപ്പോൾ ഇന്റേണൽ എനർജി ശരിക്കും അതിന്റെ വോളിയം ടേം ആണ്. ഓക്കെ, വോളിയം എനർജി ടേം ആയിട്ട് കിട്ടും. ഇറ്റ് ഈസ് ഡി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി എന്നുണ്ട്. അവരുടെ ഡി ഡബ്ല്യു എടുത്ത വർക്കാണ്, അത് പ്രഷർ ഇൻറ്റു അവിടുത്തെ വോളിയം ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസിനെല്ലാം എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സി പി ഇൻറ്റു ഡി ടി, ഡി ക്യുവിന് പകരം സി പി ഇൻറ്റു ഡി ടി കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി പ്ലസ് പി ഡി വി എന്ന് കിട്ടും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല, ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്തു അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ നമുക്കിവിടെ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് അറിയാലോ, പി വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി ആണ്. ഇതൊന്ന് നമ്മൾ ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ പി ഇൻറ്റു ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി എന്നായിട്ട് മാറും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെറിവേറ്റീവ് എടുത്തു, വോളിയത്തിനും ടെമ്പറേച്ചറിനും ജസ്റ്റ് നമ്മൾ ഡിഫറൻസ് എടുത്തു, അപ്ഡേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്കിവിടെ പി വി ഇൻറ്റു ആർ ടി ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സി പി ഇൻറ്റു ഡി ടി എന്തായിട്ട് മാറും, സി പി ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു സി വി ഡി ടി. ഓക്കെ, സി വി ഡി ടി പ്ലസ് പി ഡി വിക്ക് പകരം ആർ ഡി ടി എന്ന് കൊടുക്കാൻ പറ്റും, പ്ലസ് ആർ ഇൻറ്റു ഡി ടി. ഓക്കെ, ആർ ഇൻറ്റു ഡി ടി. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളൊന്ന് ഈ ഡി ടി നമുക്ക് ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് സി പി ഇൻറ്റു ഡി ടി, സി വി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സി വി ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഡി ടി എന്നായിട്ട് കിട്ടും, ആർ ഡി ടി. ഇതിൽ നിന്നും ഈ ഡി ടി നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം, ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി എന്ന് വരും. അപ്പോൾ ഡി ടി എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ഡി ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ആ ഒരു സമയത്ത് കിട്ടുന്ന വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഇൻറ്റു ഡി ടി. ഡി ടി ഇപ്പുറത്ത് കൊണ്ടുവരാം കേട്ടോ. ഡി ടി ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, ഡി ടി ക്യാൻസലായി. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് റിലേഷൻ എന്താ, ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. കണ്ടോ, ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് കപ്പാസിറ്റികളുടെ ഡിഫറൻസ് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, Cp and Cv are the specific capacity at constant pressure and volume respectively. Okay,
നമുക്കിവിടെ സി പിയും കിട്ടി, സി വിയും കിട്ടി, CP1 CVC equal to R കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഐസോബാറിക് പ്രോസസ് ആണ് CP1 CV എന്തായിരിക്കും? ഇറ്റ് വിൽ ബി R ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? DQ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിന് നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു. അപ്പോൾ DQന്റെ ഒരു ടേം കൊടുത്തു, DUന്റെ ഒരു ടേം കൊടുത്തു, അതുപോലെ തന്നെ DWന്റെ ടേം കൊടുത്തു. അപ്പോൾ ഓരോ ടേംസും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ ഐസോബാറിക് പ്രോസസ്സിനകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ ടേം ആണ് ദാറ്റ് ഈസ് ദ ഐസോകോറിക് പ്രോസസ്. അപ്പോൾ ഐസോകോറിക് പ്രോസസ് എന്താണ്? ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഐസോകോറിക് പ്രോസസ്, ഈ ഒരു പ്രോസസ്സിന് വോളിയം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആവും. ഓക്കെ, ദ ഐസോകോറിക് പ്രോസസ് is a physical change in which volume remains constant. Okay, ഇവിടെ എന്ത് ചെയ്യുന്നു? Volume will remains constant. ഇവിടെ വോളിയം എലമെന്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു സിസ്റ്റം നമ്മൾ നോൺ എക്സ്പാൻഡിങ് ചേമ്പറിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നോൺ എക്സ്പാൻഡിങ് ചേമ്പർ മീൻസ് എക്സ്പാൻഷൻ ചേമ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സ്പാൻഡിങ് ചേമ്പറിൽ മാത്രമേ നമുക്ക് അവിടെ വോളിയം വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ നോൺ എക്സ്പാൻഡിങ് ചേമ്പർ എന്ന് വെച്ചാൽ സാധാ ഒരു കണ്ടെയ്നർ. അപ്പോൾ അതിനകത്ത് നമുക്ക് വോളിയം എന്ത് ചെയ്യില്ല, അതിനുള്ള വോളിയം മാത്രമേ കാണുള്ളൂ. വോളിയം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്ത് നമുക്ക് പ്രഷർ എന്ത് ചെയ്യാം? വേരി ചെയ്യാം. ഓക്കെ, വോളിയം ചേഞ്ച് ചെയ്ത് നമുക്ക് പ്രഷറിൽ അവിടെ വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വോളിയം റിമെയിൻസ് ദ കോൺസ്റ്റന്റ് ആൻഡ് ദ പ്രഷർ ആൻഡ് ദ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? പ്രഷറും അതുപോലെ തന്നെ ദ ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ ചേഞ്ചസ്. ഓക്കെ, പ്രഷറും ടെമ്പറേച്ചറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് DW ഈക്വൽ ടു PdV ആയിരിക്കും. PdV വോളിയം ചേഞ്ച് ഇല്ല, വോളിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് മീൻസ് ഈ DVയുടെ വാല്യൂ എന്തായിരിക്കും? DVയുടെ വാല്യൂ നമുക്ക് അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേം കംപ്ലീറ്റ് എന്തായി പോകും? 0 ആയിട്ട് പോകും. അതായത് ശരിക്കും ഇവിടെ എന്തില്ല? എക്സ്റ്റേണൽ വർക്ക് ഇല്ല. DW ശരിക്കും 0 ആയി. കാരണം DWന്റെ ഇക്വേഷൻ PdV ആണ്. PdVയിൽ DV റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ശരിക്കും ഇവിടെ 0 ആയി. അപ്പോൾ അത് 0 ആകുക മീൻസ് കോൺസ്റ്റന്റ് ആയി. അപ്പോൾ അത് ടോട്ടലി 0 ആയിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരു DQ is equal to എന്ത് കിട്ടും? DQ is equal to DU എന്ന് മാത്രമേ കിട്ടുള്ളൂ. കാരണം DW എന്തില്ല, അവിടെ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ശരിക്കും നമ്മളിപ്പോൾ ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഹീറ്റ് അവിടെ ഉപയോഗപ്പെടുന്നുള്ളൂ. കണ്ടോ? ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ DW ഇല്ല, DW ആണ് എക്സ്റ്റേണൽ വർക്കിന്റെ ടേം. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഇല്ല, കാരണം ആ വോളിയം എലമെന്റ് ഇല്ല. വോളിയം എക്സ്പാൻഷൻ വരാതെ എക്സ്റ്റേണൽ വർക്ക് അവിടെ നടക്കത്തില്ല. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് ബേസ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഇൻ ദ absence of variation with the volume, there will be no external work. Okay, the heat absorbed by system is used to change the internal energy of the system. Okay, in an isochoric process, the heat absorbed by the system is used only for the only for the change in internal energy of the system. അപ്പോൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് എന്തായിട്ട് മാറും? DQ is equal to DU is equal to CV DT ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രഷർ വോളിയം ഗ്രാഫ് എന്തായിരിക്കും? പ്രഷർ വോളിയം ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രഷറും ഇവിടെ വോളിയം ആയിരിക്കും. അപ്പോൾ വോളിയം മാത്രം എന്തായിരിക്കും? ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ വോളിയം മാത്രം കോൺസ്റ്റന്റ് എലമെന്റ് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രഷർ വോളിയം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഐസോകോറിക് പ്രോസസ് there is no change with velocity, there is no change with the volume, then volume remains the constant, then there is no external work. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന എല്ലാം എന്ത് ചെയ്യുന്നു? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. ഇതാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസ് പറഞ്ഞല്ലോ. ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ നടക്കുന്ന വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അവിടെ എത്രത്തോളം വർക്ക് ഡൺ ആണ് നമുക്ക് ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ, അതായത് നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് ആ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എന്തിനാണ്? ആ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഇനി വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. That is the work done during an isothermal process. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന that is consider 1 mole of gas. Okay, നമ്മുടെ ഹെഡിങ് നമുക്ക് എഴുതാം വർക്ക് ഡൺ during isothermal process.
ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ടൈമിലുള്ള വർക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ഒരു consider 1 mole of perfect gas taken in a cylinder having perfectly conducting walls and fitted with a frictionless light airtight conducting piston. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 mole of ഗ്യാസിന് പെർഫെക്റ്റ് ഗ്യാസ് മീൻസ് ഐഡിയൽ ഗ്യാസ്, PV എന്ന ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാസ്, ശരിക്കും അങ്ങനത്തെ ഗ്യാസ് ഇല്ല, ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, നോർമലി ഇല്ല, എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു തിയററ്റിക് ബേസിസിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന വി ആർ ടേക്കിംഗ് എ പെർഫെക്റ്റ് ഗ്യാസ്, 1 mole ഉള്ള ഒരു പെർഫെക്റ്റ് ഗ്യാസ് എടുക്കുന്നു. നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു സിലിണ്ടർ എന്താണ്, അതൊരു പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് വാൾസ് ഉള്ള ഒരു സിലിണ്ടർ ആണ്. അതുപോലെ നമ്മൾ അതിൽ വശത്തുള്ള പിസ്റ്റണും എന്താണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും ഈ എൻജിൻസിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. കാർനോട്ട് എൻജിൻ, ഡീസൽ എൻജിൻ, ഇങ്ങനത്തെ എൻജിൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഇവിടെ പിസ്റ്റൺ സിലിണ്ടറിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു വർക്ക് ഡൺ ഒക്കെ നടക്കുക മീൻസ് ഇവിടെ നമ്മൾ സാധാരണ നോക്കുന്ന പോലെ ഒരു ലീനിയർ മോഷൻ അതൊന്നുമല്ല വർക്ക് ഡൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരിക്കും ഹീറ്റ് അല്ലെങ്കിൽ തെർമൽ എനർജി, അതുപോലെ തന്നെ ഹീറ്റ് എനർജി, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹീറ്റ് എനർജി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ പിസ്റ്റൺ മൂവ് ചെയ്യും. നമ്മൾ സാധാരണ കമ്പഷൻ എൻജിൻസ് അറിയാലോ, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ യൂസ് ചെയ്യുന്ന എൻജിൻസ് എന്ന് വെച്ചാൽ കമ്പഷൻ എൻജിൻസ് ആണ്. അപ്പോൾ അതിനകത്ത് പിസ്റ്റൻസും സിലിണ്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഈ സിലിണ്ടേഴ്സിനകത്ത് ശരിക്കും അവിടെ ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ പെട്രോളിയം കെമിക്കൽസ് എന്തെങ്കിലും അതിനകത്ത് പോയിട്ട് അവിടെ തെർമൽ ഇൻക്രീസിങ് ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ആണ് ശരിക്കും അവിടെ മെക്കാനിക്കൽ വർക്ക് നടത്തുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ പഠിക്കുന്നതിനാണ് ഇതിനകത്ത് പിസ്റ്റൺ സിലിണ്ടർ എന്ന വേർഡ്സ് ഒക്കെ കേൾക്കുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് അതിനകത്ത് എൻജിൻസിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ ക്ലിയർ ആവും, എന്താണ് നമ്മളവിടെ പിസ്റ്റൺ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി നമുക്ക് അവിടെ ഐഡിയ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സിലിണ്ടർ ആണ്, അതിന് പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് വാൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിങ് പിസ്റ്റൺ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതില് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസും സറൗണ്ടിങ്സും ആയിട്ട് ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർവ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഫ്രീ ആയിട്ട് പറ്റും. കാരണം പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് വാൾസ് ഉള്ള സിലിണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓളിയം, ഇവിടുത്തെ ഒരു ഓളിയം ചേഞ്ച് വരാമല്ലോ. ഇവിടുത്തെ ഓളിയം V1 ൽ നിന്നും എന്തിലോട്ട് മാറിയിട്ടുണ്ട്, V2 യിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, the gas expand from oleum V1 to V2. അപ്പോൾ ആ ഒരു സമയത്തുള്ള വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഇൻ ഓളിയം. DV ഓളിയം ചേഞ്ച് ചെയ്യുന്നിടത്ത് അവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും, DW is equal to PdV ആയിരിക്കും. ഓക്കെ, അതായത് DV എന്ന് പറയുന്ന ചെറിയൊരു ചേഞ്ചിന്, ചെറിയ ഓളിയം ചേഞ്ചിന് നടന്ന ചെറിയൊരു വർക്ക് ഡൺ എന്തായിരിക്കും അവിടെ, DW is equal to PdV ആയിരിക്കും. അവിടുത്തെ P എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഇൻസ്റ്റന്റിൽ അവിടുത്തെ ഗ്യാസിന്റെ പ്രഷർ ആണ്. നമ്മൾ എപ്പോഴാണോ ഒരു ഓളിയം ഇൻക്രീസിങ് ഉണ്ടായ ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാസിന്റെ പ്രഷർ ആണ് എന്ത്, PdV എന്ന് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് V1 ൽ നിന്ന് V2 ലോട്ടുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് ശരിക്കും ഇവിടെ വേണ്ടത്. അപ്പോൾ അതിന്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് W is equal to ഇന്റഗ്രൽ V1 to V2 PdV. ഓക്കെ, സ്മോൾ ടൈമിലുള്ള സ്മോൾ ഇന്റർവെല്ലുള്ള ഒരു ചേഞ്ച്, വോളിയം ചേഞ്ച് നമ്മൾ എടുത്തു, അതാണ് DV എന്ന് പറയുന്നത്. ആ ഒരു വോളിയം ചേഞ്ച് DV ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ, സ്മോൾ വോളിയം ഇൻക്രീസ് കൊണ്ട് വർക്ക് ഡൺ DW ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു PdV എന്ന് കിട്ടി. ടോട്ടൽ വർക്ക് ഡൺ എടുക്കാൻ W is equal to ഇന്റഗ്രൽ V1 to V2 PdV നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും, ഫോർ an isothermal process PV is equal to RT. ഓക്കെ, PV is equal to RT ആണ്. ദെൻ P യുടെ ഇക്വേഷൻ എന്തിലോട്ട് മാറ്റാം, P is equal to RT by V. നമുക്ക് ഇന്റഗ്രൽ കൊടുക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്ത കേട്ടോ, ഇന്റഗ്രൽ കൊടുക്കാൻ വേണ്ടി നമ്മളുടെ P യുടെ ഇക്വേഷനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത്. ആൻഡ് ദെൻ ഇവിടെ W ന്റെ ഇക്വേഷൻ എന്തിലോട്ട് മാറ്റാൻ പറ്റും, W is equal to ഇന്റഗ്രൽ V1 to V2 PdV ആണ്. PdVക്ക് പകരം P ക്ക് പകരം RT by V നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് V1 to V2 RT by V into DV. ഓക്കെ, DV. ആൻഡ് ഇതിൽ ആറും ടിയും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഐസോതെർമൽ പ്രോസസ് ആണ് പറയുന്നത്. നോർമലി R ഒരു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. തൊട്ടടുത്ത് വരുന്ന ആ ഒരു വാല്യൂ, ദാറ്റ് ഈസ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, DV ആണ്. ഓക്കെ, DV എന്തായിരിക്കും,
ഡി വി നമുക്ക് എന്തായിരിക്കും ഡി വി എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഓളിയം ചേഞ്ച് ഇൻ ഓളിയം. അപ്പോൾ വി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ആർ ടി ഇൻറ്റു ഇൻറ്റഗ്രൽ v1 to v2 1 by v dv. ഓക്കെ, 1 by v dv എന്ന് കിട്ടി. അപ്പോൾ ഇനി 1 by v യുടെ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്താൽ മതി. 1 by v യുടെ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു, അത് നമുക്ക് ലോഗിലോട്ട് മാറും. ആർ ടി ഇൻറ്റു 1 by v ലോഗ് ഇ ആണ്. ലോഗ് ഇ വി എന്നാവും. ഇതിന്റെ ലിമിറ്റ് v1 to v2 എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. വി ആർ ടി ഇൻറ്റു ലോഗ് v2 മൈനസ് ലോഗ് v1. ഓക്കെ, ലോഗ് v1. അപ്പോൾ ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്ന് എടുക്കാമല്ലോ. ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആർ ടി ലോഗ് ലോഗ് ബി ഇതിന്റെ ലിമിറ്റ് v1 ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ചെയ്തല്ലോ, എ ബൈ ബി കൊടുത്താൽ മതി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ് v2 by v1. അപ്പോൾ ഇത് ലോഗരിതം നമുക്ക് എന്ത് ചെയ്യണം, നാച്ചുറൽ ലോഗ് എന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെ 2.203 ആർ ടി ലോഗ് ബേസ് 10 മാറ്റി. ഇപ്പോൾ ബേസ് ഇ ആണിത്, ബേസ് 10 എന്ത് ചെയ്യുക, മാറ്റുക. മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 2.303 ആർ ടി ഇൻറ്റു ലോഗ് ബേസിസ് 10 v2 by v1. ഓക്കെ, v2 by v1 എന്ന് നേട്ടം. ആൻഡ് അപ്പോൾ ഇതിൽ ആർ ടി എന്താണ്? ആർ ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആർ ടി ഇസ് ഈക്വൽ ടു p1 v1 is equal to p2 v2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്ന വർക്ക് ഡൺ ഇക്വേഷൻ. അവിടുത്തെ വർക്ക് ഒരു ഐസോതെർമൽ പ്രോസസ് നടക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന വർക്ക് ആണ്, which is equal to 2.303 RT log v2 by v1. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ അല്ലെങ്കിൽ അല്ലാതെ പ്രോബ്ലം സെക്ഷനിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവിടെ ടെമ്പറേച്ചർ തന്നിരിക്കും, അതുപോലെ തന്നെ രണ്ട് ഓളിയം എലമെന്റും തന്നിരിക്കും, ഓളിയം വാല്യൂസ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആർ ടിയുടെ വാല്യൂ p1 v1 p2 v2 കൊടുത്തത് അത് എന്താണ്, ആ ഓളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രഷർ ഓളിയം വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് ആർ ടിക്ക് അവിടെ കൊടുത്തത്. ദാറ്റ് ഈസ് ആർ ടി ഇസ് ഈക്വൽ ടു പി വി അല്ലേ. അപ്പോൾ അത് നമ്മൾ രണ്ട് കേസിലുള്ളത്, അതായത് v1 കേസിലുള്ള p1 വാല്യൂ v2 കേസിലുള്ള p1 വരും. അത് ആർ ടിക്ക് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ടെമ്പറേച്ചർ അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഡ്യൂറിങ് എ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ് ഡിസ്കസ് ചെയ്തു, നെക്സ്റ്റ് ഐസോബാറിക് പ്രോസസ് ഡിസ്കസ് ചെയ്തു, ദെൻ ഐസോകോറിക് പ്രോസസ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് എ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കൂടി ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇത് എക്സാമിനേഷനൊക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും അവിടെ ചോദിക്കാം വാല്യൂസ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വർക്ക് ഡൺ കണ്ടിക്കാനൊക്കെ എന്ത് ചെയ്യാം, പ്രോബ്ലം സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ആ ഒരു വാല്യൂ എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യുക. നമുക്ക് ഇതിലൊരു പ്രോബ്ലം സെക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ അടുത്ത് വെച്ചിരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് ചോദിക്കും. അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു വെക്കാം. That is a gas occupying an volume of 10⁻⁻² meter cube at a pressure of 5 atm expands isothermally to a pressure of 1 atmosphere. Calculate the work done. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യാൻ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഐസോതെർമലി. ഓക്കെ, ഇപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടേം ആണ് വരുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ എല്ലാ വേർഡ്സും കറക്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് നമുക്ക് അവിടെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ വേർഡ്സ് ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കി എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും നമുക്കിവിടെ രണ്ട് ഓളിയം തന്നിട്ടില്ലല്ലോ, നമ്മളിവിടെ പഠിച്ചത് v1 by v2 എന്നല്ലേ, പിന്നെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അവിടെ വഴി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എന്ത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആദ്യം അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഐസോതെർമലി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പഠിച്ച W is equal to 2.303 RT into log v2 by v1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു കാര്യം, നമുക്കിവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് മാറ്റണം, വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ പാസ്കൽസിലോട്ടോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ടോ നമുക്ക് എന്താണ് മാറ്റണം. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളോട് യൂസ് ചെയ്യുന്ന 1,1325 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ 10, 13, 25 എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആ ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ATM ൽ കിടക്കുന്ന എന്തിലോട്ട് മാറും, അറ്റ്മോസ്ഫിയർ പ്രഷർ കിടക്കുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇനിഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് P1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5 ATM ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനൽ പ്രഷർ നമുക്ക് P2 1 ATM ആണ്. ഓക്കെ, അപ്പൊ ഐസോതെർമൽ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു P1 V1 is equal to P2 V2 is equal to RT ആണ്. ഓക്കെ, P1 V1 ഉം P2 V2 എന്താണ് RT ക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ V2 by V1 is equal to എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് V2 by V1 is equal to P1 by P2 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ RT is equal to P1 V1. അപ്പൊ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറിന്റെ വാല്യൂ തന്നിട്ടില്ല. ഐസോതെർമലി ആണെന്ന് കേട്ടോ, നമുക്ക് ടെമ്പറേച്ചറിന്റെ വാല്യൂ തന്നിട്ടില്ല. അത് നമുക്ക് P1 V1 നമ്മൾ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് P1 ന്റെ വാല്യൂ അറിയാം, അതുപോലെ V1 ന്റെ വാല്യൂ അറിയാം. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് V2 by V1 വേണം. V2 by V1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, V2 by V1 എന്ന് പറയുന്നത് P1 by P2 ന് എന്താണ്, ഇക്വലന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്താൽ മതി, ആ ഒരു വാല്യൂസ് കൊടുത്താൽ മതി. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്, നമുക്ക് അവിടെ എന്തില്ല, ഫൈനൽ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടില്ല. കണ്ടോ, ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ ഓളിങ് നമുക്ക് അവിടെ തന്നിട്ടില്ല. പക്ഷെ ഫൈനൽ ഓളിങ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അതിന്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് V2 by V1 എന്ന് പറയുന്നത് 5/1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2.203 into 5 into 10, 13, 25 into 10 raised to minus 2 into log based on 5/1 വരും. log based on 5/1 എന്ന് പറയുന്നത് 0.69990 ആണ് വാല്യൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് 8.155 into 10 raised to 3 Newton per meter square. ഓക്കെ, ഇതാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, that is the work done. W is equal to 8.15 into 10 raised to 3 Newton per meter square. ഓക്കെ, സ്ക്വയർ ആണ്, സ്ക്വയർ. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ, എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഇവിടെ നമുക്ക് വർക്ക് ഡൺ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ ചോദിക്കാം. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് ഈ ഒരു രണ്ട് ഇക്വേഷൻ P1 V1 equal to P2 V2 equal to RT ആ ഒരു ഇക്വേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടില്ല. ഓക്കെ, ടെമ്പറേച്ചർ തന്നിട്ടില്ല, ഫൈനൽ ഓളിയും തന്നിട്ടില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ മാറ്റിയും ചോദിക്കാം. പ്രഷർ തരാതെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഓളിയും തന്നിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ തന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RT ഇക്വേഷൻ കൊടുത്തിട്ട് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ് നോക്കി, ദെൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ നോക്കി, ദെൻ അതിനൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.